ഡൽഹിയിൽ സ്ഫോടനം. ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള മെട്രോ സ്റ്റേഷനിൽ ആണ് സ്ഫോടനമുണ്ടായത്. 3 കാറുകൾക്ക് തീപിടിച്ചു, ഒരു കാർ പൊട്ടിത്തെറിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, അല്പം മുമ്പ് നമ്മൾ വാർത്ത നൽകിയതേയുള്ളൂ. ഡൽഹിയിലടക്കം സ്ഫോടനത്തിന് പദ്ധതിയിട്ടത് പൊളിച്ചു കേന്ദ്ര ഏജൻസികളൊപ്പം എന്ന വാർത്ത നമ്മൾ നൽകിയിരുന്നതാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡൽഹി റെഡ് ഫോർട്ടിന് സമീപം ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. കാറിനുള്ളിലാണ് സ്ഫോടനം ഉണ്ടായത്. നിരവധി വാഹനങ്ങൾ കത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ കിട്ടുന്ന വിവരമാണ്. അതായത് ഈ സ്ഫോടനമുണ്ടായ കാറിന് തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ കത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഡൽഹി ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമാണ് റെഡ് ഫോർട്ട്. ഈ റെഡ് ഫോർട്ടിന് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് കിട്ടുന്ന വിവരം. ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നിലവിൽ പരിക്കുള്ളതായോ ആർക്കെങ്കിലും ഗുരുതരമായ സാഹചര്യമുള്ളതായോ വിവരം ഇല്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ അനുസരിച്ച് വളരെ വലിയ സ്ഫോടനം തന്നെയാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന കാറുകളിലേക്കൊക്കെ തന്നെ തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഈ റെഡ് ഫോർട്ടിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ CNG വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന CNG ഉപയോഗിച്ചോടുന്ന കാറുകൾ, വാഹനങ്ങൾ ഒക്കെ തന്നെയുണ്ട്. ഇനി അത് മറ്റോ ആണോ പൊട്ടിത്തെറിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി റെഡ് ഫോർട്ടിന് സമീപം. അത് തൊട്ടടുത്ത് കിടന്ന കാറിലേക്കൊക്കെ തന്നെ തീ പിടിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. യെസ്, കാറുകൾക്ക് തീപിടിച്ചു, ഒരു കാർ പൊട്ടിത്തെറിച്ചു. ശ്രീകാന്ത്, അധികമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം സംഭവം അല്പം മുമ്പാണ് നടന്നത്. അതുകൊണ്ട് കൃത്യമായൊരു വിവരശേഖരണത്തിനുള്ള സമയമായിട്ടില്ല. എങ്കിൽ പോലും പോലീസോ മറ്റധികൃതരോ എന്തെങ്കിലും പറയുന്നുണ്ടോ? നിലവിൽ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടില്ല. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ചെങ്കോട്ടയ്ക്ക് സമീപം ഈ തീപിടുത്തം ഉണ്ടായി, അത് ബ്ലാസ്റ്റ് തന്നെയാണ് എന്നുള്ള കാര്യമാണ്. വൈകിട്ട് ഇപ്പോൾ 6:55 ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൽഹി സ്പെഷ്യൽ സെൽ ടീം അവിടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വൈകിട്ട് 6:55 ഈ ബ്ലാസ്റ്റ് ഉണ്ടാവുകയും തൊട്ടു പിന്നാലെ തീ പടർന്നു പിടിക്കുകയും ചെയ്തത്. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളും പ്രദേശവാസികൾ അടക്കം ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ തീ ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അടക്കം നിലവിൽ ഇപ്പോൾ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അടക്കം കഴിഞ്ഞ 2 ദിവസമായി ഭീകരാക്രമണത്തിനുള്ള നീക്കങ്ങൾ ചില ഭീകര സംഘടനകൾ നടത്തിയിരുന്നു. അതിന്റെ കുറേയധികം ആളുകളെ പിടികൂടുകയും അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 360 കിലോ RDXുമായി ഒരു ഡോക്ടറെ തന്നെയാണ് ഈ ഡൽഹി ഫരീദാബാദിന് സമീപം പിടിക്കുകയുണ്ടായത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതടക്കം ഉള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇത് നിസ്സാരപ്പെട്ട സ്ഫോടനമല്ല, ഇത് വളരെ വലിയ സ്ഫോടനം. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടന്ന വാഹനങ്ങളിലേക്ക് മുഴുവൻ തീ പടർന്നു പിടിക്കുകയാണ് ഉണ്ടായത്. ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട കാര്യം, ഈ തൊട്ടടുത്ത് കിടന്ന കാറുകളിലേക്കൊക്കെ തന്നെ ഈ തീ പടർന്ന് പിടിച്ചത് വലിയ തോതിൽ ഈ സാഹചര്യം വഷളാക്കിയിട്ടുണ്ട്, അന്തരീക്ഷം വഷളാക്കിയിട്ടുണ്ട്. ഹോം സെക്രട്ടറിക്ക് ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6:55 ഈ സംഭവം ഉണ്ടാകുന്നത്. റെഡ് ഫോർട്ടിന് പുറത്താണ് ഈ സംഭവം ഉണ്ടായത്. നിലവിൽ ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ ഈ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ മെട്രോ സ്റ്റേഷൻ, ഈ റെഡ് ഫോർട്ടിന് സമീപമുള്ള മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നൊരു വിവരം ഇപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷനായി വരുന്നുണ്ട്. അതായത് ഡൽഹിയിലെ ഈ റെഡ് ഫോർട്ടിന് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ അതിന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന കാറിലാണ് സ്ഫോടനമുണ്ടായത്. അതിന് തൊട്ടടുത്തായി കിടന്ന 3 കാറുകളിലേക്ക് കൂടി തീ പടർന്നു പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിലവിൽ ഈ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് അത്
തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. തീ ഇപ്പോഴും പടർന്ന് പിടിക്കുകയാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന 3 കാറുകളിലേക്ക് കൂടി തീ പടർന്ന് പിടിച്ചിട്ടുണ്ട്. വളരെ വലിയ സ്ഫോടനം എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് എന്താണ് കാരണം, അതിന് ബ്ലാസ്റ്റിനുണ്ടായ കാരണം എന്താണ് എന്ന് സംബന്ധിച്ചിപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇത് പൊട്ടിത്തെറിച്ച് ആ പ്രദേശം ഒന്നാകെ ഒരു വലിയ സ്ഫോടനം നടന്നതിന്റെ അന്തരീക്ഷം അവിടെ മുഴുവൻ കാണാം. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളത് എന്തായാലും ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് വിവരം കിട്ടുന്നത്. ബോംബ് സ്ക്വാഡ് പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീകാന്ത്, ഈ നമ്മൾ രാവിലെ മുതൽ നൽകുന്ന വാർത്തയുണ്ട്, ഈ ഗുജറാത്തിലടക്കം RSS ആസ്ഥാനത്തടക്കം ഡൽഹിയിലൊക്കെയും വലിയ കൂട്ടക്കൊലയ്ക്ക് ലക്ഷ്യമിട്ടു എന്ന് കരുതുന്നവരെ പിടികൂടിയിട്ടുണ്ട്. അതായത് കൊടും വിഷമായ റൈസിന് ഉപയോഗിച്ചുള്ള ജൈവായുധ ആക്രമണം അടക്കം പദ്ധതിയിട്ടു എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. നോക്കൂ, അവരെയൊക്കെ കൃത്യമായി പിടികൂടി. അപ്പോഴും ഈ ഭീഷണികൾക്ക് ചുറ്റുമുണ്ടായിരുന്നവർ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു വെക്കേണ്ട സമയമായിട്ടില്ല. എങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ശ്രീകാന്ത് പറയുന്നുണ്ടല്ലോ, വലിയ സ്ഫോടനമാണ് നടന്നത് എന്ന്. കൃഷ്ണരാജ്, ഇന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമ്മൾ വാർത്താ രൂപത്തിൽ നൽകുന്നുണ്ട്. അതായത് ഗുജറാത്തിൽ ഒരു ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിട്ടു. ഭക്ഷണത്തിൽ റൈസിൻ പോലെയുള്ള കൊടും വിഷം കലർത്തിയുള്ള കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിട്ടു. ലക്നൌവിലെ RSSന്റെ ആസ്ഥാനം തകർക്കാൻ പദ്ധതി നടത്തി. 360 കിലോ RDXുമായി ഇന്ന് ഡൽഹി ഫരീദാബാദിന് സമീപം 7 പേരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ കുറെ അധികം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഇന്ത്യയെ കത്തിക്കാൻ, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, നഗരങ്ങൾ കത്തിക്കാൻ, കൂട്ടക്കൊല നടത്താൻ ഈ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ, ഭീകരവാദ സംഘടനകൾ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായതാണ്. പക്ഷേ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം, നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അത് കൃത്യമായി തന്നെ അതിൽ ഇടപെടുകയും അത് തടയുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ റെഡ് ഫോർട്ടിന് സമീപം, റെഡ് ഫോർട്ടിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അവിടെ മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിലാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. 3 കാറുകൾക്ക് കൂടി തീ പിടിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന് തീയണയ്ക്കുന്നതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ബോംബ് സ്ക്വാഡ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന നടത്തുകയാണ്. ഡൽഹിയിൽ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ. ശ്രീകാന്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട്. ഗൗതം, അതായത് റെഡ് ഫോർട്ടിനടുത്താണിത് സംഭവിച്ചിരിക്കുന്നത്, രാജ്യ തലസ്ഥാനത്താണ്. ഈ സൂചനകൾ, അല്ലെങ്കിൽ ലക്ഷ്യമിട്ടിരുന്നു ഡൽഹിയെ അടക്കം എന്ന സൂചനകൾ വാർത്തയായി നമ്മൾ രാവിലെ മുതൽ നൽകിയിരുന്നു. ഒരു കാർ ഉഗ്ര ശബ്ദത്താൽ പൊട്ടിത്തെറിക്കുന്നു. അതിപ്പോൾ മറ്റെന്തെങ്കിലും കാരണത്താൽ, ഇപ്പോൾ CNG വാഹനമാകാം, അങ്ങനെ സംഭവിച്ചതാകാമെന്നൊക്കെ ഒരു വശത്ത് നമുക്ക് കരുതാമെങ്കിലും ഒരു ഉഗ്രസ്ഫോടനം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെങ്കിൽ അതിന് പിന്നിലാര് എന്ന ചോദ്യം പ്രസക്തമല്ലേ? കൃഷ്ണജയ്, അതുതന്നെയാണ്. അതായത് വളരെ സങ്കീർണമായൊരു സാഹചര്യം വീണ്ടും രാജ്യ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ്. അതായത് ഡൽഹിയിൽ ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായി ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അത് ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ 1-2 UPA സർക്കാരിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ ഡൽഹിയിൽ സ്ഫോടനം എന്ന് പറയുന്നത് ഒരു വാർത്തയല്ലാണ്ടായി മാറുന്നൊരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ്. തുടർച്ചയായി സ്ഫോടനങ്ങൾ നടക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഡൽഹി പോലെയുള്ള ഭാരതത്തിലെ തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ ഒന്നും സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നില്ല. വളരെ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഈ സമയത്താണ് ഇപ്പോൾ റെഡ് ഫോർട്ടിന് സമീപത്ത് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഒരു മരണം ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചെങ്കോട്ട എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അവിടെ എല്ലാ ദിവസവും ഈ സായം സന്ധ്യകളിൽ, പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ അവിടേക്ക് എത്താറുണ്ട്. അങ്ങനെ കൂട്ടം കൂടി നടക്കുന്നവരും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുമൊക്കെ ഒത്തുകൂടുന്ന ഡൽഹിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ട്രീറ്റാണ് ഈ റെഡ് ഫോർട്ടിന് സമീപത്തുള്ള ചാന്ദിനി ചൗക്കും അതോടൊപ്പം തന്നെ ചെങ്കോട്ട കാണാൻ എത്തുന്ന റെഡ് ഫോർട്ട് പരിസര പ്രദേശങ്ങൾ. അതിനടുത്ത് തന്നെ ലാൽ കിലയിലൊരു ദേവി ക്ഷേത്രമുണ്ട്, അവിടെ തൊഴാനെത്തുന്ന ഭക്തരുണ്ട്. അപ്പോൾ അത് ഏറ്റവും അധികം ആളുകൾ ഡൽഹിയിൽ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ഈ റെഡ് ഫോർട്ടിനടുത്തുള്ള സ്ട്രീറ്റുകൾ എന്ന് പറയുന്നത്. അവിടുത്തെ മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്താണ് ഇപ്പോൾ ഈ ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതിൻ്റെ ഗൗരവം വളരെ വലുതാണ്.
ചോദ്യമാണ്. ഈ സ്ഫോടനത്തിന് ഭീകര സ്വഭാവമുണ്ടോ ഇല്ലയോ എന്നതൊന്നും നമ്മൾ ഇപ്പോൾ പറയുക അസാധ്യമാണ്. കാരണം ഇതെന്ത് തരത്തിലുള്ള സ്ഫോടനമാണ്, അല്ലെങ്കിൽ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഈ വാഹനം എന്തെങ്കിലും സാങ്കേതിക പ്രശ്നത്താൽ പൊട്ടിത്തെറിച്ചതാണോ, അതല്ല നമ്മൾ കരുതുന്നത് പോലെ ഇതൊരു ഭീകര സ്വഭാവമുള്ള സ്ഫോടനമാണെങ്കിൽ ഇതിന്റെ ഗൗരവം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണെന്ന് കാര്യത്തിൽ ഒരു നിമിഷം അക്കോർഡിംഗ് ടു ദ ഗവൺമെന്റ് സോഴ്സസ് there has been no confirmation of terror attack H. അങ്ങനെ തന്നെയാണ് ഒഫീഷ്യൽ ആയി വരുന്ന വാർത്ത. പക്ഷേ ഗൗതം തന്നെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരങ്ങളിൽ ആളുകൾ കൂടാൻ സാധ്യതയുള്ള ഒരിടം റെഡ് ഫോർട്ടിന് സമീപം ഡൽഹിയാണ്, രാജ്യതലസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പരിഗണിക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് സംശയം കൂടുന്നത്. അതുതന്നെയാണ് കൃഷ്ണജി ഈ ഘട്ടത്തിൽ. കാരണം ഇതൊരു ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതിനാൽ തന്നെ ഇതിന് ഭീകര സ്വഭാവമുണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയുക അസാധ്യമാണ്. ഇപ്പോൾ സർക്കാരും വിശദീകരിക്കുന്നത് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആണ് എന്നത് സംബന്ധിച്ചുള്ള കൺഫർമേഷൻ ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അപ്പോഴും നേരത്തെ ശ്രീകാന്ത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് 3 ഭീകരരെ, ISIS-മായി ബന്ധപ്പെട്ട 3 ഭീകരരെ ഗുജറാത്തിൻ്റെ ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 2 പേരെ ഉത്തർപ്രദേശിൽ നിന്നും ഒരാളെ ഹൈദരാബാദിൽ നിന്നുമാണ് പിടികൂടിയത്. ഒരു ഡോക്ടറെ ഉൾപ്പെടെയാണ് പിടികൂടിയത്. അപ്പോൾ ഈ പിടികൂടിയ 3 ഭീകരരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നും ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ISIS-ന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഈ 3 ഭീകരരും ഗുജറാത്ത് ATS-ന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു കഴിഞ്ഞതാണ്. ഇവർ ലക്ഷ്യമിട്ടത് ഡൽഹി, അതോടൊപ്പം തന്നെ ലക്നൌവിലെ RSS-ന്റെ പ്രാന്ത കാര്യാലയവും അതുപോലെ ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളുമൊക്കെ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ പ്രവർത്തനം നടന്നത് എന്നതാണ്. അതിൽ ഡൽഹിയിലെ ഒരു പഴച്ചന്ത കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ കുറേ കാലം പ്രവർത്തിച്ചതെന്നും ഇയാൾ പറയുന്നുണ്ട്. അതായത് ഡൽഹിയിൽ ഏറ്റവും അധികം ആളുകൾ വരുന്ന ചില ചന്തകൾക്കകത്തൊക്കെ പോയി ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നുവെന്ന് ഗുജറാത്ത് ATS-ന്റെ ചോദ്യം ചെയ്യലിൽ ഈ പിടികൂടിയ ഒരു IS ഭീകരൻ വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ചില ഭീകര സംഘടനകൾ ഭാരതത്തിൽ വളരെ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നത് സംബന്ധിച്ചുള്ള ചില പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു ഭീകരാക്രമണമാണോ എന്നത് സംബന്ധിച്ചുള്ള സംശയം സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നതാണ്. എന്തായാലും സ്ഥലത്ത് ഇപ്പോൾ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും NSG ഉൾപ്പെടെയുള്ള ഈ ഭീകര സ്വഭാവമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധ പരിശീലനം ലഭിച്ച നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങൾ അവിടേക്ക് കുതിച്ച് പായുകയാണ്, അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഒരു മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് കൃഷ്ണരാജ്. യെസ്.